വിശുദ്ധ കുർബാനയിൽ നമ്മൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ അനാഫ്ര പ്രാർത്ഥനയിൽ ആദ്യത്തെ പ്രണാമ ജപത്തിന് ശേഷമാണ് സമാധാന ആശീർവാദം നൽകുന്നത്. ഇത് വൈദികൻ നൽകുന്നത് അൾത്താരയിൽ പിടിച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് സമാധാനം നൽകുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ തന്റെ ലേഖനങ്ങളിൽ പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തിന് സമാധാനം ആശംസിക്കുന്നുണ്ട്. എഫെസോസർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ക്രിസ്തുവാണ് നമ്മുടെ സമാധാനമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ കാർമികൻ ബലിപീഠത്തിൽ പിടിച്ചുകൊണ്ട് ജനത്തിന് സമാധാനം നൽകുമ്പോൾ ബലിപീഠമാകുന്ന ദൈവത്തിൽ നിന്നുള്ള സമാധാനം സ്വീകരിച്ചുകൊണ്ട് അത് ജനത്തിന് നൽകുകയാണ്. നമ്മുടെ സമാധാനം ഉദ്ധിതനായ ക്രിസ്തുവാണ്. ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് സമാധാനം ആശംസിക്കുമ്പോൾ ജനത്തിന് ലഭിക്കുന്നത്. കാർമികൻ ശുശ്രൂഷയ്ക്ക് സമാധാനം കൈമാറുകയും ശുശ്രൂഷയും അത് ജനത്തിലെ ഓരോ അംഗത്തിനും, ആരാധന സമൂഹത്തിലെ ഓരോ അംഗത്തിനും സമാധാനം അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ആരാധനക്രമത്തിന്റെ ചൈതന്യമനുസരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് പരസ്പരം ആശംസകൾ കൈമാറാനുള്ള സമയമല്ലത്, മറിച്ച് ഉദ്ധിതനായ ഈശോയുടെ സമാധാനം സ്വീകരിക്കുവാനും കൈമാറാനുമുള്ള ഒരു സമയമായാണ് ഇതിനെ കണക്കാക്കേണ്ടത്.